ഞാൻ ഇയാളുടെ വീടിനടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പ്രകൃതി ജീവനം ജീവിക്കുന്ന ഈ തിരൂര് നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ അങ്ങനെ ബന്ധപ്പെട്ട ആളാണ്. പക്ഷെ അവിടെ 1-2 തവണ ഞാൻ പോയി ഇയാൾ കണ്ടിട്ടുണ്ട്. ഈ സംഭവം നടന്നപ്പോഴേ ആ പുള്ളിക്കാരനോട് പറയുമായിരുന്നു എന്നോട് പരാതി തിരിച്ച് എടുക്കാൻ. അത് ഞാൻ ചെയ്യല്ലേ, പരാതി ഞാൻ കൊടുത്തില്ല. ഇത് മാധ്യമത്തിൽ ന്യൂസായി. കാരണം പോലീസുകാരെന്നെ കൊണ്ടുപോയി ആ പോലീസിൻ്റെ നമ്പർ ചോദിച്ചപ്പോൾ എന്നെ അവാർഡിന് വിളിച്ചവർ പറഞ്ഞു ഒരു നമ്പർ തരാൻ പറഞ്ഞു. കോടതിയിൽ എന്താണെന്ന് ഞാൻ ഐ വോണ്ട് ടു ലിസൺ. എന്നിട്ട് ഈ കേസ് ഏതായാലും വെച്ച് നീട്ടിക്കൊണ്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ഞാൻ ഓർത്ത ആ കേസ് തീർന്നു. അന്ന് ഞാൻ എഴുതി കൊടുത്താണ് അയാള് ജോലിയിൽ തിരിച്ചെടുത്തത്. പിന്നെ എനിക്കൊന്നും മനസ്സിലുണ്ടായിരുന്നു, അയാൾക്ക് അമ്മയില്ല, വൈഫില്ല, ഒരു ടീനേജർ പെൺകുട്ടി മാത്രമാണുള്ളത്. അപ്പം ഇയാൾ നൈറ്റിലും ഒക്കെ ഡ്യൂട്ടിക്ക് പോവല്ലേ. അപ്പം ആ പെൺകുട്ടിയുടെ സുരക്ഷിത ഓർത്ത് ഞാൻ SOS വില്ലേജിൽ പോയി സംസാരിച്ച് അവൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ടും എല്ലാം വേണമെങ്കിൽ അവർക്ക് അവൾ പ്രായമായി കഴിയുമ്പോൾ അവൾക്ക് പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് എല്ലാം ചെയ്യണമെങ്കിൽ അവരും ചെയ്യും. അവൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞാൽ അതും ചെയ്യാമായിരുന്നു. അത് ഞാൻ അവരോട് സംസാരിച്ചപ്പം അവർ സമ്മതിച്ചല്ല, ഓക്കെ വേണ്ട, അത് അവരുടെ ഇഷ്ടം. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അവളുടെ ഫ്യൂച്ചർ ഓർത്ത്. പിന്നെ ഞാൻ ക്രിസ്മസ് ആഘോഷിക്കില്ല. ക്രിസ്ത്യനാണേലും ക്രിസ്മസിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായപ്പോൾ ഒരു ക്രിസ്മസ് ദിവസം ഞാൻ എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിച്ച് ഞാൻ പറഞ്ഞു നാളെ രാവിലെ നമുക്ക് അവരുടെ വീട്ടിൽ നിന്ന് പോവാം. ഈ പെൺകുട്ടിക്ക് കുറച്ച് പഠിക്കാനുള്ള സാധനങ്ങൾ, ഗിഫ്റ്റ്, സ്റ്റേഷനറി, പിന്നെ എന്തോ ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കൊണ്ട് ഞങ്ങൾ രാവിലെ അവിടെ ചെന്നു. ഒരു കാപ്പി ചായം കുടിച്ചിട്ട് അവിടെ നിന്ന് പോകുക. അതൊരു രമ്യപ്പെടല, ബന്ധം പുതുക്കുക. ഇനി അതുകൊണ്ട് തീർന്നു എന്ന് ഞാൻ ഓർത്തു. പക്ഷെ ഇപ്പം പോലീസ് വിളിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് ഇത് ഒഫീഷ്യലായിട്ട് ഇത് കോടതി കിടപ്പുണ്ട്, അത് കൊറോണ ആയതുകൊണ്ട് അതങ്ങനെ കിടന്നു പോയതാണെന്ന് അയാൾ പറഞ്ഞു. FIR ഞാനല്ല ചെയ്തത്, അത് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും ചെയ്തത്. എൻ്റേത് വഴി ന്യൂസ് ആയതേ ഉള്ളൂ. അപ്പം കോടതിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഇന്ന് കേൾക്കും. ഏതായാലും ഇത് നീട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അയാളെ ഫ്രീ ആക്കി. പക്ഷെ അയാൾക്കൊരു പാഠം വേണം, അയാൾക്കും മനുഷ്യർക്കും. നമ്മൾ മനുഷ്യരെ അവരുടെ വേഷം കൊണ്ടോ അവരുടെ നിലവാരം കൊണ്ടോ, അന്നൊക്കെ എന്നോട് ഒരുപാട് പേര് പറയുമായിരുന്നു ഈ 4-ാം തരം വേഷമൊന്ന് കളഞ്ഞ്. ഞാൻ പറഞ്ഞു എന്നാൽ ഇനി 5-ാം തരം വേഷത്തിലായിരിക്കും ഞാൻ നടക്കുന്നത്. അപ്പം തോന്നുമൊക്കെ ചെയ്യോ, വേഷത്തിലാണോ കാര്യം? ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ, എനിക്ക് റൈറ്റ് ടു ഇക്വാലിറ്റി, ജസ്റ്റിസ്, ഇതെല്ലാം ഉണ്ട്. അത് വേണം. ഏതായാലും തീരെ ആർക്കും അറപ്പ് വരുത്തുന്ന ആരോഗ്യപരമായിട്ടൊരു മോശം വേഷത്തിലല്ലല്ലോ ഞാൻ നടക്കുന്നത്. പിന്നെന്താ?